CCTV നടത്തുന്ന ജനവിധി 2025 തത്സമയ സംവാദ പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ചാവക്കാട് നഗരസഭയെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ സംവാദം. നമുക്കറിയാം, ചാവക്കാട് പൗരാണിക വാണിജ്യ കേന്ദ്രമായിരുന്ന ചാവക്കാട്, മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന ചാവക്കാട്, മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്യമായ ചാവക്കാട്, ആ ചാവക്കാടിൻ്റെ സമഗ്രമായ പുരോഗതിയും വികസനവും എവിടെ വരെ എത്തി എന്നുള്ള ഒരു അന്വേഷണമാണ് ഈ സംവാദത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ചാവക്കാടിൻ്റെ വളർച്ച ഏത് രീതിയിലേക്ക് ഇനി പോകണം എന്നുള്ള ഒരു സമഗ്രമായ സംവാദം നമുക്കിവിടെ നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 20 വർഷമായി ചാവക്കാട് നഗരസഭയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് LDF നേതൃത്വം നൽകുന്ന LDFൻ്റെ CPM നേതൃത്വം നൽകുന്ന LDF മുന്നണിയാണ്. തീർച്ചയായും 20 വർഷം തുടർച്ചയായി ഭരണം നടത്തിയതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് 2006 മുതൽ ചാവക്കാട് നഗരസഭയുടെ ചെയർമാനായി 2010 വരെ ചെയർമാനായിരുന്ന, ഇപ്പോൾ നഗരസഭ കൗൺസിലറായിട്ടുള്ള, CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള MR രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണനെ സ്നേഹാദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നിലവിൽ കൗൺസിലറും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി കൂടിയായിട്ടുള്ള KV സത്താറാണ് പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ വേണ്ടി ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത്. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ CCTV തയ്യാറാക്കിയ, ചാവക്കാടിനെക്കുറിച്ച് തയ്യാറാക്കിയ പ്രത്യേക പരിപാടി നമുക്ക് ആദ്യം കാണാം. 1980-ലാണ് പഞ്ചായത്തായിരുന്ന പ്രദേശം നഗരസഭയായി മാറുന്നത്. K. ബീരു സാഹിബായിരുന്നു ആദ്യ ചെയർമാൻ. 12.41 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നഗരസഭയിൽ 32 വാർഡുകളാണുണ്ടായിരുന്നത്. ഇക്കുറി വാർഡ് വിഭജനത്തെ തുടർന്ന് 33 വർദ്ധിച്ചിട്ടുണ്ട്. 2005 മുതൽ 2025 വരെയുള്ള 2 പതിറ്റാണ്ടിൽ തുടർച്ചയായി ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ കോട്ടയാണ് ഈ നഗരസഭാ പ്രദേശം. 2005 ചെയർമാനായിരുന്ന KP വത്സലൻ 2006 ഏപ്രിൽ 16 കുത്തേറ്റ് മരിച്ചതിനെ തുടർന്ന് MR രാധാകൃഷ്ണൻ സാരഥ്യം ഏറ്റെടുത്തു. പിന്നീട് 2010 CPM ഭരണം തുടർന്നു. AK സതീരത്നം നഗരഭരണം നയിച്ചു. 2015 ഭരണമാറ്റമുണ്ടായില്ല. ഇപ്പോഴത്തെ MLA NK അക്ബർ ആയിരുന്നു അക്കാലത്ത് ചാവക്കാടിന്റെ ഭരണത്തിന് ചുക്കാൻ പിടിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 ചെങ്കൊടിയെ കൈവിട്ടില്ല ചാവക്കാടിന്റെ മണ്ണ്. ഷീജ പ്രശാന്ത് നഗരമാതാവായി ഭരണം നയിച്ചു. നിലവിൽ LDFന് 23 സീറ്റും UDFന് 9 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. BJPക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്നില്ല. മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന ആത്മവിശ്വാസവുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ഭരണപക്ഷം പറയുന്നു. ഭരണസമിതിയുടെ കഴിഞ്ഞ 5 വർഷക്കാലം ചാവക്കാട് നഗരസഭാ പ്രദേശത്തെ സമഗ്രമായ വികസനവും അതോടൊപ്പം പൊതുജനങ്ങളുടെ ആകെ ക്ഷേമവും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെച്ചത്. എല്ലാ മേഖലയിലും ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രി വികസനം ഏറ്റവും മാതൃകാപരമായി തന്നെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചാവക്കാട് നഗരസഭയുടെ കിഴക്കൻ പ്രദേശത്തും പടിഞ്ഞാറൻ പ്രദേശത്തുമായി ഓരോ ഹെൽത്ത് വെൽനസ് സെൻ്ററുകൾ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു. കൂടാതെ വിദ്യാഭ്യാസ മേഖലയിലും നഗരസഭാ പ്രദേശത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്നതിനും അതോടൊപ്പം കുട്ടികളുടെ നൈപുണ്യ വികസനത്തിനായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുകയുണ്ടായി. വർണ്ണക്കൂടാരം പോലുള്ള നൈപുണ്യ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. വനിതകൾക്ക് വേണ്ടിയും ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വനിതാ ജിം ഉൾപ്പെടെ 2 ഹെൽത്ത് വെൽനസ് സെൻ്ററുകളിലും വനിതാ ക്ലിനിക്കുകളും അതോടൊപ്പം തന്നെ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. വനിതാ സൗഹൃദ നഗരസഭ എന്ന രീതിയിലും വയോജന സൗഹൃദ നഗരസഭ എന്ന രീതിയിലും ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നഗരസഭ എന്ന രീതിയിലും നമുക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും ഈ കൗൺസിലിന് ഒരു നല്ല രീതിയിലുള്ള തുടർച്ച
ഉണ്ടാകും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ 5 വർഷക്കാലം കൊണ്ട് ഈ ഭരണസമിതി നടത്തിയിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. താലൂക്ക് ആശുപത്രി വികസനം ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളിൽ പുതിയ കെട്ടിടം ഉൾപ്പെടെ പണിതീർത്തു. അമൃത് പദ്ധതി പ്രകാരം 5000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു. ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിരവധി വീടുകൾ അർഹരായവർക്ക് നിർമ്മിച്ചു നൽകി. തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷം വോട്ട് തേടുന്നത്. നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ആധിപത്യം തന്നെയാണ് CPM-ന് ആത്മവിശ്വാസത്തിന്റെ കാതൽ. എന്നാൽ തുടർച്ചയായ 20 വർഷത്തെ ഭരണം നഗരസഭയിൽ വികസന മുരടിപ്പാണ് ഉണ്ടാക്കിയതെന്ന് UDF കുറ്റപ്പെടുത്തുന്നു. കേരളത്തിൽ ടൗൺ ഹാളില്ലാത്ത ഏക നഗരസഭയാണ് ചാവക്കാട്. സ്റ്റേഡിയം ഇതുവരെയും നിർമ്മിച്ചിട്ടില്ല. ടൂറിസത്തിന് ഏറെ പ്രാധാന്യമുള്ള മേഖലയിൽ ബീച്ച് കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ കാര്യമായ വികസനം കൊണ്ടുവന്നില്ല. നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന മുട്ടിൽ പാടശേഖരം 2 വർഷമായി കൃഷി ചെയ്യുന്നില്ല തുടങ്ങിയവ ഭരണസമിതിയുടെ വീഴ്ചയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ഒരു കൗൺസിലാണ് ചാവക്കാട് നഗരസഭയുടെ ഈ കൗൺസിൽ. ഈ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ ഒരു പദ്ധതിയും ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ നടത്തിയില്ല എന്ന ഒരു ചീത്തപ്പേരോട് കൂടിയാണ് ഞങ്ങൾ കൗൺസിലർമാർ ഈ കൗൺസിൽ അവസാനിപ്പിച്ച് പോകുന്നത്. തനത് വരുമാനം ഏറ്റവും കുറവുള്ള നഗരസഭയാണ് ചാവക്കാട് നഗരസഭ. കേരളത്തിൽ വെച്ച് തന്നെ തനത് വരുമാനം ഏറ്റവും കുറവുള്ള നഗരസഭയാണ് ചാവക്കാട് നഗരസഭ. തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട യാതൊരു നടപടികളും ഈ നഗരസഭ സ്വീകരിച്ചില്ല. തന്മൂലം ഓരോ വാർഡുകളിലെയും റോഡുകളും അതുപോലെ തന്നെ മഴക്കാലമായാൽ വെള്ളം ഒഴുക്കി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള കാനകളും പണിയുന്നതിന് ഫണ്ടില്ല എന്ന അവസ്ഥയിലാണ് ഈ കൗൺസിൽ മുന്നോട്ട് പോകുന്നത്. ഈ കൗൺസിലിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച വലിയൊരു പദ്ധതിയായിരുന്നു നിലവ് പദ്ധതി. ആ നിലവ് പദ്ധതി ഇപ്പോൾ പ്രകാശിക്കാത്ത പദ്ധതിയായി മാറിയിരിക്കുക. കഴിഞ്ഞ 20 ദിവസമായി കോൺട്രാക്ടർക്ക് കാശ് കൊടുക്കാനില്ലാത്തത് കാരണം സ്ട്രീറ്റ് ലൈറ്റുകളുടെ മെയിൻ്റനൻസ് കൃത്യമായി നടക്കുന്നില്ല. എല്ലാ മേഖലയും തകർത്തുകൊണ്ടാണ് ഈ കൗൺസിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു വികസനവുമില്ലാതെ സാധാരണക്കാരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിയിട്ട ഒരു കൗൺസിലാണ് ചാവക്കാട് നഗരസഭയുടെ ഈ കൗൺസിൽ. ഈ കൗൺസിലാണ് കേരളത്തിലെ മികച്ച കൗൺസിലായി മാറേണ്ടത്. കാരണം 20 വർഷത്തെ തുടർഭരണവും അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലത്തിൻ്റെ MLA ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരുന്ന് 20 വർഷവും കിട്ടിയിട്ട് പോലും അതിൻ്റെ ഒരു മാറ്റമുണ്ടാക്കാൻ ഈ ചാവക്കാടിന് കഴിഞ്ഞില്ല എന്ന ദുഃഖത്തോടു കൂടിയാണ് ഈ കൗൺസിൽ അവസാനിക്കുന്നത്. നഗരസഭയ്ക്ക് ഓഫീസ് കെട്ടിടവും പശ്ചാത്തല സൗകര്യവും വേണ്ടത്രയില്ലെന്നും അറവുശാലയുടെ പ്രവർത്തനമില്ലെന്നും പൂക്കുളം പദ്ധതി നടപ്പായില്ലെന്നും മുട്ടിൽ ഫ്ളാറ്റ് സമുച്ചയം പ്രാവർത്തികമാക്കിയില്ലെന്നും UDF ആരോപിക്കുന്നു. തദ്ദേശ ഭരണം, MLA, സംസ്ഥാന ഭരണം എന്നിവയിലെ ഏകീകരണ സ്വഭാവത്തിൽ നടപ്പാക്കിയ വികസനത്തിന്റെ കരുത്തിൽ ഭരണ തുടർച്ച LDF ഉറപ്പിക്കുമ്പോൾ തുടർച്ചയായ ഭരണത്തിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടി ഭരണം തിരിച്ചുപിടിക്കുമെന്ന് UDF-ഉം അവകാശപ്പെടുന്നു. ചില വാർഡുകളിലെങ്കിലും നിർണായക സാന്നിധ്യമാകാനുള്ള ഒരുക്കത്തിലാണ് BJP. മലബാറിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ചാവക്കാട് എന്തൊക്കെയാണ് 20 വർഷത്തെ ഭരണം കൊണ്ട് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് വിശദീകരിക്കുകയാണ് ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള MR രാധാകൃഷ്ണൻ. 2005 മുതൽ 20 വർഷക്കാലമായി ചാവക്കാട് നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ഇത് പറയുമ്പോൾ 2005 മുന്നത്തെ ചാവക്കാടിനെ നമ്മളൊന്ന് കാണേണ്ടതാണ്. ഒരു അടിസ്ഥാന സൗകര്യവും കാതലായി ഉണ്ടായിരുന്നില്ലാത്ത ഒരു പട്ടണമായിരുന്നു ചാവക്കാട്. ചാവക്കാടിന് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നില്ല. ഒരു പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയത് ഇടതുപക്ഷ മുന്നണി ഭരണസമിതിയാണ് പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കുന്ന അവസരത്തിൽ നമുക്കറിയാം 2005-10 കാലഘട്ടത്തിലാണ് ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ബസ് സ്റ്റാൻഡായി അത് കാണപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ പൊതുശ്മശാനമില്ലാത്ത നഗരസഭയായിരുന്നു ചാവക്കാട്. ആ പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി നടത്തിയത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ശ്മശാനം യാഥാർത്ഥ്യമാക്കിയത്. അതേപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു സംവിധാനം ചാവക്കാട് നഗരസഭയിൽ ഉണ്ടായിരുന്നില്ല. 2005 മുതലുള്ള കൗൺസിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി എല്ലാ മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ചാവക്കാട് നഗരസഭയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖല, വികസനമെന്ന് പറയുമ്പോൾ
സർവ്വതല സ്പർശിയാണ്. എല്ലാ മേഖലയിലും വികസനം എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, വികസനം ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ റോഡ് വേണം, വെള്ളം വേണം, വെളിച്ചം വേണം. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ചാവക്കാടൊക്കെ ശുദ്ധജലം വരുന്നത് ഭാരതപ്പുഴയിൽ നിന്നായിരുന്നു. പലപ്പോഴും അത് തടസ്സപ്പെടുന്ന സ്ഥിതിയൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയ പരിശ്രമങ്ങൾ, കരുവന്നൂരിൽ നിന്ന് പുതിയ ജലപദ്ധതി കൊണ്ടുവരുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 50 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഞങ്ങളും ഗുരുവായൂർ നഗരസഭയും കൂടി ചേർന്നുകൊണ്ട് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോട് അത് നടപ്പാക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. അത് അംഗീകാരം നേടിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കാനും പൂർത്തീകരിക്കാനും നമുക്ക് സാധിച്ചു. ഇപ്പോൾ അതാ കഴിഞ്ഞ വർഷങ്ങളിലാണ് 5000 കുടുംബങ്ങൾക്ക് സൗജന്യ കുടിവെള്ള കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത 25 വർഷക്കാലത്തെ ജലലഭ്യത ഉറപ്പാക്കുന്ന വിധത്തിലാണ് കരുവൂർ കുടിവെള്ള പദ്ധതി നമ്മൾ പൂർത്തീകരിച്ചത്. 25 വർഷക്കാലത്തെ ഡിമാൻഡ് മനസ്സിലാക്കി, എത്ര വെള്ളം വേണം അത് മനസ്സിലാക്കിയിട്ടാണ് വലിയൊരു പദ്ധതി ഞങ്ങൾ നടപ്പാക്കി. അപ്പോൾ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല, ചാവക്കാട് നഗരസഭ കൗൺസിലിൻ്റെ കീഴിലാണ് താലൂക്ക് ആശുപത്രി ഉള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയൊക്കെ നഗരസഭാ ഭരണത്തിന് കീഴിലാണ്. ആ ആരോഗ്യ മേഖലയൊക്കെ മുമ്പുണ്ടായിരുന്നതിൽ വലിയ മാറ്റം ചാവക്കാട് ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, 2005 ചാവക്കാട് താലൂക്ക് ആശുപത്രിയുടെ പ്രശ്നം ഇപ്പോൾ അന്ന് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും, വളരെ പരിതാപകരമായ സ്ഥിതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആവശ്യത്തിന് കട്ടിലില്ല, സൗകര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. താലൂക്ക് ആശുപത്രി മാറ്റം ചില്ലറ കാര്യമല്ല, വലിയ മാറ്റമാണ് താലൂക്ക് ആശുപത്രി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ. പുതിയ ലേബർ കോംപ്ലക്സ് നിർമ്മിച്ചു. അതിന് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു. വലിയ സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാത്തിരിപ്പ് കേന്ദ്രം, ഇപ്പോൾ ഒ പി പേഷ്യൻറ്റിന് വരുന്നവർക്ക് കാത്തിരിപ്പ് കേന്ദ്രം വളരെ വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചാവക്കാടിൻ്റെ കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും ഹെൽത്ത് വെൽനസ് സെൻറ്റർ ഞങ്ങൾ നടപ്പാക്കി. കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും ഡോക്ടർ സേവനവും നഴ്സിൻ്റെ സംവിധാനവും ഫാർമസിസ്റ്റ് എല്ലാ സംവിധാനങ്ങളും കൂടി 2 ഹെൽത്ത് വെൽനസ് സെൻ്ററുകൾ ചാവക്കാടിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും ഇപ്പോൾ പൂർത്തീകരിച്ച് ഇപ്പോൾ അതിൻ്റെ സേവനം ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാനാവിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ടൂറിസത്തിന് നല്ല സാധ്യതയുണ്ട് നമ്മൾ ചാവക്കാട് പ്രദേശത്ത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ചാവക്കാട് ബീച്ചിൽ മനോഹരമായ ടൂറിസത്തിൻ്റെ സഹായത്തോടു കൂടി ചാവക്കാട് ബീച്ചിൽ പാർക്ക് നിർമ്മിച്ചത് ഈ കാലയളവിലാണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പാർക്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും 2 ഘട്ടങ്ങളിലായിട്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചത്. അതിന് മുന്നേ 2005 മുന്നത്തെ സ്ഥിതി എന്തായിരുന്നു? ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? ഇപ്പോൾ UDFൻ്റെ കൗൺസിൽ ഉണ്ടായിരുന്നല്ലോ. ആ കൗൺസിലിൻ്റെ കാലത്ത് ഈ ടൂറിസം മേഖലയിൽ എന്തെങ്കിലും ഒരു ചെറുവില നനയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നതാണ് വസ്തുത. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ടൂറിസം മേഖലയിൽ ഒരു മാറ്റമുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമം ആരംഭിച്ചത്. അതിപ്പോൾ ജനങ്ങൾ കാണുകയല്ലേ. അങ്ങനെ ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല നോക്കൂ. 2005 മുന്നത്തെ എന്തായിരുന്നു സ്ഥിതി? മണത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിൽ ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വരുമ്പോൾ. 2005 കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 300-ൽ താഴെയായിരുന്നു മണത്തല സ്കൂളിലെ കുട്ടികളുടെ എണ്ണം. അവിടെ ആരും കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം എന്താ? അടിസ്ഥാന സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ശ്രദ്ധിക്കാൻ ആളുണ്ടായിരുന്നില്ല. ഞങ്ങൾ 2005 കൗൺസിൽ വന്നതിന് ശേഷമാണ് തുടർച്ചയായിട്ട് ആ കൗൺസിലിന് ശേഷമുള്ള ഓരോ തുടർച്ചയായ കൗൺസിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ കാണാവുന്നതാണ്. ഇപ്പോൾ എന്താ സ്ഥിതി? വലിയ മാറ്റം മണത്തല ഹൈസ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് പറയും? 1400 താഴെ കുട്ടികളാണ് ഇപ്പോൾ പഠിക്കുന്നത്. എങ്ങനെ ഈ മാറ്റമുണ്ടായി? അത് ഈ കൗൺസിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മാറ്റമുണ്ടായത്. ചാവക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും മാറ്റം കാണാം. ഇപ്പോൾ ചാപ്പറമ്പിലെ സ്കൂൾ, UP സ്കൂൾ, അവിടെ പുതിയ കെട്ടിടങ്ങൾ 2 ഘട്ടങ്ങളിലായിട്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചു. അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചു. പുത്തങ്കടപ്പുറത്ത് ഫിഷറീസ് UP സ്കൂൾ, അവിടെ പുതിയ കെട്ടിടം നിർമ്മിച്ചു. നഗരസഭാ കൗൺസിലിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കുഞ്ചേരി GMLP സ്കൂൾ, തിരുവത്ര കുഞ്ചേരി പ്രദേശത്ത്, അവിടെ പഴയ കെട്ടിടത്തിലാണ് വിദ്യാലയം പ്രവർത്തിച്ചിരുന്നത്. അത് മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ 1.25 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. നഗരസഭയ്ക്ക് കീഴിൽ 38 അംഗൻവാടികളുണ്ട്. നമുക്കറിയാലോ,
ആ അംഗൻവാടികളെ മുമ്പത്തെ 2005 മുന്നത്തെ സ്ഥിതി എന്തായിരുന്നു? പലതും പല പീഡിയ തിണലും പ്രവർത്തിച്ചിരുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് മാറിയില്ലേ? ഏറ്റവും മികച്ച രീതിയിലുള്ള അംഗൻവാടികൾ നിർമ്മിക്കാൻ സാധിച്ചു. എല്ലാം കെട്ടിടമായി എന്നല്ല, പക്ഷേ ഭൂരിപക്ഷം അംഗൻവാടികളും നിർമ്മിക്കാനും നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും നമുക്ക് അവിടെ സാധിച്ചിട്ടുണ്ട്. കൗൺസിലിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഈ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന സേവനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അംഗൻവാടികൾ മികച്ചതാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചത്. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ കൗൺസിലിൻ്റെ കാലത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വനിതകൾക്ക് പരിശീലന കേന്ദ്രം ബ്ലോക്ക് വെറ്റിനറി ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു സ്ഥലത്ത് വനിതകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയുള്ള നൈപുണ്യ കേന്ദ്രം ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിവിടെ പരിശീലനം ആരംഭിക്കാൻ പോവുകയാണ്. സ്വയം തൊഴിൽ കണ്ടെത്തുന്ന യുവതികൾക്ക് അവിടെ പരിശീലനം ലഭിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കെട്ടിടം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അതിൻ്റെ മറ്റു കാര്യങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ബന്ധപ്പെട്ടുകൊണ്ടാണ് കൗൺസിൽ പ്രവർത്തിച്ചത്. ജനങ്ങളുടെ ജീവിത സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചു. എല്ലാവർക്കും സ്വന്തമായി നല്ല വീട് വേണം. 1000-ൽ താഴെ വീടുകളാണ് കൊടുത്തത്. 1000-ൽ താഴെ വീടുകൾ ഈ ഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വീടുണ്ടാവണം എന്ന ലക്ഷ്യത്തോടു കൂടി വീടുകളുടെ കാര്യം ഭവന നിർമ്മാണത്തിന് വേണ്ടി നഗരസഭ ലോൺ എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. നഗരസഭയുടെ വിഹിതം എന്ന നിലയ്ക്ക് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ ജനങ്ങളുടെ വീട് നിർമ്മിക്കാനുള്ള ഈ പ്രവർത്തനത്തിന് സഹായം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 4,4 ലക്ഷം രൂപയാണ് നഗരസഭ കൊടുത്തുകൊണ്ടിരിക്കുന്ന വീട് നിർമ്മാണത്തിന് വേണ്ടി. 1000-ലധികം വീടുകളാണ് കൊടുത്തത്. അങ്ങനെ ആ കാര്യം നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വെളിച്ചം എത്തിക്കണം നഗരസഭയുടെ തീരുമാനമാണ്. ഒരു വ്യത്യാസം ഭരണ പ്രതിപക്ഷ വ്യത്യാസമല്ലാതെ എല്ലാ സ്ഥലത്തും വെളിച്ചം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനം നടക്കുന്നു. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ MP-മാരുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും വേണ്ടി നിരവധി കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഒട്ടേറെ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് മാത്രമാണ് ഇവിടെ സമയം അനുവദിച്ചിട്ട്. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കൗൺസിലാണ് കഴിഞ്ഞ 20 വർഷക്കാലത്തെ കൗൺസിൽ ഭരണമെന്ന് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ടൗൺ ഹാളില്ലാത്തൊരു നഗരസഭയാണ് നമുക്ക് അറിയാം. ചാവക്കാടിന് ഒരു ടൗൺ ഹാൾ ഉണ്ടായിരുന്നില്ല. ആ ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലത്തിൻ്റെ പ്രശ്നത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ ടൗൺ ഹാളിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിലുള്ള പ്രാരംഭ പണികൾ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരാണെങ്കിൽ 7 കോടി രൂപ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് 7 കോടി രൂപയാണ് നമുക്ക് ടൗൺ ഹാൾ നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരസഭ 10 കോടി രൂപ ലോൺ എടുത്തുകൊണ്ട് 17 കോടി രൂപ ചിലവിലാണ് ആധുനിക രീതിയിലുള്ള ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. അതുപോലെ ഓഫീസ് കെട്ടിടം 6 കോടി ചിലവുള്ള ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തറക്കൽ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അത് ഉടനെ ആരംഭിക്കും. അതിന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 1.5 കോടി രൂപ അഡീഷണലായി അനുവദിക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ട് അതിൻ്റെ സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ 6 കോടി രൂപ നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. അങ്ങനെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം നഗരസഭയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2005 മുന്നുള്ള ചാവക്കാടല്ല, ഇപ്പോഴത്തെ ചാവക്കാട് വലിയ പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങളുടെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അഭിമാനത്തോടു കൂടിയാണ് ഈ ഇലക്ഷനിൽ ഞങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. 2005 മുതൽ 25 വരെയുള്ള LDF നേതൃത്വം നൽകി CPM നേതൃത്വം നൽകിയ LDF ഭരണസമിതിയുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് MR രാധാകൃഷ്ണൻ വിശദീകരിച്ചത്. ഈ കാലയളവിൽ ചാവക്കാട് ഉണ്ടാകാതെ പോയ, ചാവക്കാടിന് ലഭിക്കാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നിലവിലെ കൗൺസിൽ പ്രതിപക്ഷ നേതാവും കൗൺസിലറുമായ KV സത്താർ വിശദീകരിക്കും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അറിയാം, ഇപ്പോൾ ഇവിടെ MR സൂചിപ്പിച്ച പോലെ 2005 കാലഘട്ടത്തിന് മുമ്പ് ചാവക്കാട് ഉണ്ടായിരുന്നില്ല എന്നത് നിർമ്മിക്കുന്നതിന് വേണ്ടി ചാവക്കാട് ഭൂമി കണ്ടെത്തേണ്ടതുണ്ട്. 996 ചാവക്കാടിൻ്റെ ഹൃദയഭാഗത്ത് ചാവക്കാടിൻ്റെ വലിയ ഫുട്ബോൾ മാമാങ്കമായിരുന്ന കാജ ട്രോഫി നടന്നിരുന്ന ആ ഭൂമി, അന്നത്തെ കാജ ട്രോഫിയുടെ സംഘാടകർ ചാവക്കാട് നഗരസഭയ്ക്ക് സംഘാടക സമിതി 5 ലക്ഷം രൂപ നൽകുന്നത്. ആ 5 ലക്ഷം രൂപയും അന്നത്തെ ചെയർമാനായിരുന്ന PK അബൂബക്കർ ഹാജിയുടെ
വ്യക്തമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് 996 4 ഏക്കർ 33 സെൻറ്റ് സ്ഥലം മേലേപ്പുര നാരായണി അമ്മയുടെ കയ്യിൽ നിന്നും ചാവക്കാട് നഗരസഭയുടെ ആസ്തിയിലേക്ക് വാങ്ങുന്നത്. വലിയ വികസനം നടത്തുന്നതിന് വേണ്ടി നമുക്ക് ആസ്തിയിൽ ഭൂമി വേണം. ഇപ്പോൾ ഇവർ തന്നെ പറയുന്ന ചാവക്കാട് ബസ് സ്റ്റാൻഡിന് വേണ്ടി, ആ ബസ് സ്റ്റാൻഡിന് വേണ്ടി ഭൂമി അന്ന് വാങ്ങിക്കൊടുത്തത് PK അബൂബക്കർ ഹാജി UDF ഭരണസമിതിയുടെ കാലത്താണ്. ചാവക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് ടൗൺ ഹാൾ പണിയുന്നതിന് വേണ്ടി അവിടെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഏക്കർ കണക്കിന് ഭൂമി ടൗൺ ഹാൾ പണിയുന്നതിന് വേണ്ടി അന്ന് വാങ്ങിക്കൊടുത്തു. ഇപ്പോൾ പൊതു ശ്മശാനത്തിന് വേണ്ടി ഭൂമി കണ്ടെത്തിയ സമയത്ത് അവിടെ ശ്മശാനം തുടങ്ങുന്നതിന് വേണ്ടി അന്നത്തെ കൗൺസിലിന് അതിനെതിരെ നിന്നത് ബഹുമാന്യനായ ബേബി ജോൺ മാഷാണ്. അന്ന് പൊതു ശ്മശാനം വരുമ്പോൾ അതിനെതിരെ നിന്നത്. ആ എതിരെ നിന്നതിന് കാരണം പറഞ്ഞത് അവിടുത്തെ കാർത്തിയാനി ടീച്ചർ അടക്കമുള്ള വാർഡിലെ കൗൺസിലർ പൊതു ശ്മശാനം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ നിന്നവരാണ് ഇപ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത്. ഇവിടെ ട്രെഞ്ചിങ് ഗ്രൗണ്ട് ആരംഭിക്കുന്നതിന് വേണ്ടി, ട്രെഞ്ചിങ് ഗ്രൗണ്ട് തുടങ്ങുന്നതിന് വേണ്ടി ഭൂമി വേണ്ടേ? ആ ട്രെഞ്ചിങ് ഗ്രൗണ്ടിന് വേണ്ടി ഭൂമി എടുത്തു കൊടുത്തത് UDFൻ്റെ കാലത്താണ്. പിന്നെ നമുക്കൊക്കെ അറിയാം, പഴയ കാലഘട്ടങ്ങളിൽ നിന്നും പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ചാവക്കാട് നഗരസഭയ്ക്ക് ലഭിക്കുന്ന ഫണ്ടുകളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഫണ്ടുകൾ വർദ്ധിപ്പിച്ചതിലൂടെ പല മാറ്റങ്ങളും പല നഗരസഭകൾക്കുമുണ്ട്. ഒരു പക്ഷേ ഈ നഗരസഭയിൽ നിന്നും മറ്റൊരു നഗരസഭയിലേക്ക് നോക്കുമ്പോഴാണ് ഈ നഗരസഭയുടെ ദൗർബല്യം. 20 വർഷമായി ഒന്നും നടന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ ബഹുമാനപ്പെട്ട MR രാധാകൃഷ്ണൻ പറഞ്ഞു ടൗൺ ഹാള്. ഞാൻ 2010 ആദ്യം കൗൺസിലിൽ വന്ന കൗൺസിലറാണ്. ബഹുമാനപ്പെട്ട MR രാധാകൃഷ്ണനും ഉണ്ടായിരുന്ന കൗൺസിലർ. അന്നത്തെ ബജറ്റിൽ വലിയ പദ്ധതിയായിരുന്നു ടൗൺ ഹാള്. ഇപ്പോൾ നമ്മൾ ഈ ജനവിധി നടത്തുന്നത് 2025 ഡിസംബറിലാണ്. ഇപ്പോഴും ടൗൺ ഹാള് പണിതിട്ടില്ല. 7 കോടി രൂപ നവകേരള സദസ്സിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. 10 കോടി രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമെന്ന് പറയുന്നുള്ളൂ. വായ്പയ്ക്ക് വേണ്ട യാതൊരു സംവിധാനവും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ടൗൺ ഹാൾ ഒരു പ്രചരണ ആയുധമാണ്. കഴിഞ്ഞ 20 വർഷമായി ചാവക്കാട് നടത്തുന്ന ഒരു പ്രചരണ ആയുധമാണ് ടൗൺ ഹാള്. ഇവരുടെ തന്നെ വികസന രേഖയിൽ പറയുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട്. എവിടെയാണ് മുട്ടിൽ ഫ്ലാറ്റ് സമുച്ചയം? 2010 തറക്കല്ലിട്ട മുട്ടിൽ ഫ്ലാറ്റ് സമുച്ചയം എവിടെയാണ്? തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി KV അബ്ദുൽ ഖാദർ തറക്കല്ലിട്ട മിനി ഹാർബർ എവിടെയാണ് ആധുനിക രീതിയിലുള്ള അറവുശാല? അപ്പോൾ ഈ പറയുന്ന വാക്കുകൾ മാത്രം പുസ്തകത്തിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാം, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വളർച്ച എന്ന് പറയുന്നത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന തനത് വരുമാനത്തെ ആശ്രയിച്ചാണ്. നഗരസഭ വലിയ ഫണ്ട് ചെലവാക്കിക്കൊണ്ട് കുറേ കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. അതില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇപ്പം മുതുവട്ടൂരാണ് ബാലാമണി മന്ദിരം എന്ന മന്ദിരം പണിതിട്ടുള്ളത്. 21 കടമുറികളാണ് അതിലുള്ളത്. 2019 ഇന്നത്തെ MLA ആയിരുന്ന NK അക്ബർ ചെയർമാനായിരിക്കുമ്പോഴാണ് 2 കോടി ചിലവഴിച്ചുകൊണ്ട് ആ കെട്ടിടം പണിതത്. അതിൽ നിന്ന് 3 കട റൂമുകൾ മാത്രമാണ് 6 വർഷമായി വാടകയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നഗരസഭയിൽ നിന്ന് തന്നെ വർഷങ്ങളായി നഗരസഭ കെട്ടിടത്തിൽ കച്ചവടം നടത്തുന്നവർക്ക് അവരുടെ വാടക പിരിച്ചെടുക്കാൻ കഴിയാതെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ പരാമർശം വന്ന നഗരസഭയാണ് ചാവക്കാട് നഗരസഭ. യാതൊരു സംവിധാനവും ചാവക്കാടില്ല. TT ദേവസ്യയുടെ വലിയ ജ്വല്ലറി ഉണ്ട്, അല്ലെങ്കിൽ MK സൂപ്പർ മാർക്കറ്റിൻ്റെ വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്ന വിടുവായിത്തം പറയാതെ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് അനുസൃതമായ എന്താണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്? നമുക്കറിയാം, ഇവിടെ ബൈപ്പാസ് റോഡ് എങ്ങനെയാണ് വന്നത് നഗരസഭയിൽ? ആ ബൈപ്പാസ് റോഡ് വന്നത് സ്വകാര്യ വ്യക്തികൾ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടാണ്. ആ സ്വകാര്യ വ്യക്തികൾക്ക് അന്നത്തെ കലക്ടർ അവിടെ ഏത് സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ട അനുമതിക്ക് വേണ്ടി മഞ്ഞപ്പത്രം കൊടുത്തിരുന്നു. അവിടെ ഒരു വ്യവസായ സംരംഭം തുടങ്ങാൻ വന്നപ്പോൾ ആ വ്യവസായിയുടെ ലോറിക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ച് നിന്ന MLA ആണ് ഈ നഗരസഭയെ ഈ ദുരിതത്തിലേക്ക് കൊണ്ടുപോയത്. ആ MLA ആണ് ഇന്ന് ഈ നിയോജക മണ്ഡലത്തിൻ്റെ MLA. 4 ലക്ഷം രൂപ കുന്നംകുളം നഗരസഭയ്ക്ക് തനത് വരുമാനത്തിൻ്റെ നികുതിയായി കൊടുക്കുന്ന വലിയ ഒരു പ്രൊജക്റ്റ്, കാക്കശ്ശേരി മമ്മാലിക്കാട് പ്രൊജക്റ്റ്, കാക്കശ്ശേരി സൂക്ക് ചാവക്കാട് വന്നപ്പോൾ
അതിന് വലിയ കമ്മീഷൻ പറഞ്ഞ് ഓടിയെത്തിയവരാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നമുക്കൊരു സിനിമാ തിയേറ്ററിലില്ല. ഇപ്പോൾ ഒരു വലിയ ബീച്ചിൻ്റെ വലിയ വികസനങ്ങൾ പറഞ്ഞു. നിങ്ങൾ എവിടെയെങ്കിലും കേരളത്തിലെ ഒരു ബീച്ച് 4 മുളയും ടാർപ്പായും കെട്ടി കാണാൻ കഴിയുന്ന ഒരു ബീച്ച് ഉണ്ടെങ്കിൽ അത് ചാവക്കാട് ബീച്ച് മാത്രമാണ്. ആ ചാവക്കാട് ബീച്ചിലേക്ക് കടന്നു വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒന്ന് നടപ്പാത, വൃത്തിയുള്ള ഒരു നടപ്പാത പോലുമില്ല. മലിനമായ ജലം ഒഴുകി വന്ന് നടപ്പാതയിലേക്ക് ഒഴുകി വരുന്ന സ്ഥിതിയാണ്. യാതൊരു സംവിധാനവും ചെയ്യാതെ ഞങ്ങളെല്ലാം ചെയ്തവരാണ് എന്ന് പറയുന്ന വിടുവായിത്തമല്ല ഈ നഗരത്തിന് ആവശ്യമുള്ളത്. എന്താണ് ഈ ചാവക്കാട് നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന നഗരസഭകളുടെ വളർച്ചയ്ക്ക് ഉത്തമമായിട്ടുള്ള മാതൃക? ആ മാതൃകകൾക്ക് അനുസൃതമായിട്ടുള്ള വളർച്ച ചാവക്കാടിനുണ്ടോ എന്നാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അതിനനുസൃതമായിട്ടുള്ള ഒരു ചർച്ചയില്ല. ആരോഗ്യ മേഖലയിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നല്ല ഇടപെടലുകൾ മൂലം എല്ലാ താലൂക്ക് ആശുപത്രിയും വലിയ തോതിൽ വളർച്ചയുണ്ടായിട്ടുണ്ട്. അത് ചാവക്കാട് താലൂക്ക് ആശുപത്രി മാത്രമല്ല, എല്ലാ താലൂക്ക് ആശുപത്രിയും വലിയ തോതിൽ ആരോഗ്യ മേഖലയിൽ വളർച്ചയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ എക്സ്റേ യൂണിറ്റിൽ തീപിടുത്തമുണ്ടായി. എക്സ്റേ യൂണിറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ റൂമിൽ എക്സ്റേ യൂണിറ്റുള്ള ലക്ഷങ്ങൾ ചെലവഴിച്ച് യൂണിറ്റ് വെച്ച ആ റൂമിൽ ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് ഉത്തരവാദിത്തമാണ് ചാവക്കാട് നഗരസഭയ്ക്ക്, അതിൻ്റെ നിർവഹണ ചുമതല വഹിക്കുന്ന നഗരസഭയ്ക്കുള്ളത്? ലക്ഷങ്ങളുടെ നഷ്ടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ പറയുന്നു, രാവിലെ ഒരു പേഷ്യൻ്റ് അവിടെ വന്ന് OP ടിക്കറ്റ് നിന്നാൽ മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. ഒരു OP ടിക്കറ്റ് എടുത്തിട്ട് വേണം ഡോക്ടറെ കാണണമെങ്കിൽ. എല്ലാ ആശുപത്രിയിലും ഹൈടെക് യുഗത്തിലേക്ക് പോകുമ്പോൾ ചാവക്കാട് നഗരസഭയിലെ താലൂക്ക് ആശുപത്രി കീഴിലുള്ള താലൂക്ക് ആശുപത്രി ഇപ്പോഴും പേഷ്യൻ്റ് വന്ന് ഒരു നെഞ്ഞുവേദനയായ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണുമ്പോഴത്തേനും അപകട മരണം മൂലം മരിച്ചു പോകുന്ന അവസ്ഥയാണ് ചാവക്കാടുള്ളത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മുൻ ചെയർമാൻ്റെ ഒരു സ്വപ്നമായിരുന്നു, വത്സൻ്റെ സ്വപ്നമായിരുന്നു, കാർഷിക രംഗത്തെ വിപ്ലവ സ്വപ്നമായിരുന്നു മുട്ടിൽ പാടശേഖരത്തെ ഒരു പറ നെല്ലും ഒരു മീനും പദ്ധതി. എവിടെയാണ് ആ പദ്ധതി? ആ നഗരസഭ ചെയർമാൻ കണ്ട സ്വപ്നം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 2 വർഷമായി ഇവിടുത്തെ കാർഷിക രംഗത്തെ പാടെ അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കർഷകർക്ക് വേണ്ട യാതൊരു സംവിധാനവും ഇവിടെ ചെയ്തിട്ടില്ല. ചാവക്കാടൻ നാളികേര കർഷകർക്ക് വേണ്ടി എന്ത് നടപടിയാണ് ഇവരെടുത്തിട്ടുള്ളത്? വളരെ പ്രസിദ്ധമാണ് ചാവക്കാടൻ നാളികേരം എന്ന് പറയുന്നത്. എല്ലാ മേഖലയും ഇപ്പോൾ ഇവർ പറയുന്ന വികസനം എന്ന് പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന ചാവക്കാട് നഗരത്തിൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ ട്രഞ്ചിങ് ഗ്രൗണ്ടിലാണ് കളിസ്ഥലം ഉണ്ടാക്കാൻ പോകുന്നത്. ആ കളിസ്ഥലത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. അത് കംപ്ലീഷൻ ചെയ്യാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. ആ കളിസ്ഥലം ഉണ്ടാക്കുന്നത് നമുക്കൊക്കെ അറിയാം, പ്രകൃതിയുടെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ മോർണിംഗ് വാക്കും മോർണിംഗ് എക്സസൈസും ചെയ്യുമ്പോൾ ശ്വാസം വലിച്ച് ഓക്സിജൻ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ട്രെഞ്ചിങ് ആ ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് കായിക താരങ്ങളെ പറഞ്ഞയക്കുന്നതിലൂടെ കായിക താരങ്ങളുടെ ആരോഗ്യം പോലും അപകടകരമാകുന്ന അവസ്ഥയാണ്. അതിന് താഴെ ഇപ്പോൾ കളിസ്ഥലം ഉണ്ടാക്കുന്ന സ്ഥലത്ത് മാലിന്യം കുന്നുകൂടി കുഴി കുത്തി കുഴിച്ചിട്ട സ്ഥലത്ത് മണ്ണടിച്ചുകൊണ്ടാണ് അവിടെ കളിസ്ഥലം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവരുടെ കാഴ്ചപ്പാട്. 2010 മാലിന്യ സംസ്കരണത്തിന് വേണ്ടി അവിടെ പ്ലാന്റ് തുടങ്ങിയത്. ആ പ്ലാന്റ് ലക്ഷങ്ങൾ വില കൊടുത്ത് വാങ്ങിയ പ്ലാന്റ് നശിച്ചു പോയി. ഇപ്പോൾ കഴിഞ്ഞ 22-23 പദ്ധതിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചു കൊണ്ടാണ് ആ കുന്നുകൂടിയ മാലിന്യം പൊടിച്ച് അവിടെ നിന്നും കൊണ്ടുപോകാൻ വേണ്ടി കോൺട്രാക്ടർക്ക് 25 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നത് ഈ നഗരസഭ. ഇതൊക്കെ ഈ നഗരസഭയുടെ ഫണ്ട് ധൂർത്തടിക്കുന്നതിനല്ലാതെ ഒരു കാഴ്ചപ്പാടില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത 20 വർഷം ചാവക്കാടിന് സമ്മാനിച്ചു എന്നല്ലാതെ മറ്റൊരു മാറ്റവും ചാവക്കാടില്ല എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം. നേട്ടത്തെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചും ഇരുവരും പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, ചാവക്കാട് എന്ന് പറയുന്നത് 2 നഗരസഭകൾ അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ തന്നെ ഒരേ ഒരു നഗരസഭയാണ്. കുന്നംകുളവും ഗുരുവായൂരും 2 നഗരസഭകൾ അതിർത്തി പങ്കിടുന്ന ചാവക്കാടിൻ്റെ സമഗ്രമായ വികസനം കുറേ കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അങ്ങനെ ഒരു വികസനം ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാം, നല്ല ഭരണപക്ഷം
എപ്പോഴും ഉണ്ടാകുന്നത് ആ നാട്ടിൽ നല്ല പ്രതിപക്ഷമുണ്ടാകുമ്പോഴാണ്. അത്തരത്തിൽ നല്ല പ്രതിപക്ഷം ഈ 20 വർഷക്കാലം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം അതിൽ ആവശ്യമായി വരുന്നു. ഒപ്പം തന്നെ ചാവക്കാട് ഇല്ലാത്ത ചാവക്കാട് ടൗൺ ഹാളില്ല, ചാവക്കാട് ഒരു സിനിമാ തിയേറ്റർ ഇല്ല, ചാവക്കാട് സ്റ്റേഡിയം ഇല്ല. ഇതൊന്നുമില്ലാത്ത ഒരുപക്ഷെ കേരളത്തിലെ ഒരേ ഒരു നഗരസഭയും ചാവക്കാട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ രീതിയിലേക്ക് സ്വകാര്യ സംരംഭകർ പലപ്പോഴും തയ്യാറായി വന്നിട്ടും ചാവക്കാട് അവരെ ഉൾക്കൊള്ളാൻ തയ്യാറില്ല എന്ന വലിയ വിമർശനം ചാവക്കാട് നിലനിൽക്കുകയാണ്. നമുക്കറിയാൻ സാധിക്കും, ചാവക്കാടിൻ്റെ ബൈപ്പാസിൽ കിടക്കുന്ന കുറേ ഭൂമി, വെറുതെ കിടക്കുന്ന കുറേ ഭൂമിയുണ്ട്. അത് സ്വകാര്യ വ്യക്തികളുടേതാണ്. ആ സ്വകാര്യ വ്യക്തികൾക്ക് അതിന് അംഗീകാരം കൊടുത്തുകൊണ്ട് ചാവക്കാടിൻ്റെ ഒരു സമഗ്രമായ വികസനത്തിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതികൾ എന്തുകൊണ്ട് നമുക്ക് ആലോചിച്ചുകൂടാ? അങ്ങനെയെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകരെ ചാവക്കാടിൻ്റെ ബീച്ചിലേക്ക് വളരെ ടൂറിസം പദ്ധതിയെ നമുക്ക് വികസിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സംവിധാനങ്ങൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും? അല്ലെങ്കിൽ അടുത്ത ഭരണസമിതിക്ക് മുന്നിൽ നമുക്ക് വെക്കാൻ കഴിയുന്ന നിർദ്ദേശം എന്താണ്? ഇനിയും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് നടന്നില്ല, ഇത് നടന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സംവാദം നമ്മൾ ഉദ്ദേശിക്കുന്നത് സമഗ്രമായ ചില നിർദ്ദേശങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാണ് ഇത്തരമൊരു സംവാദം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ സംവാദത്തിലേക്ക് എന്താണ് ഇനി ചാവക്കാട് അടുത്ത ഭരണസമിതി ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഭരണസമിതി അടുത്ത 5 വർഷത്തേക്ക് പോകേണ്ടത് എന്നതിനെക്കുറിച്ചൊന്ന് നമുക്ക് ഇരുവരും ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സത്താർ പറഞ്ഞ ചില കാര്യങ്ങൾ ആദ്യം സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ സ്റ്റേഡിയത്തിന് സ്ഥലം വാങ്ങിയത് മേലേപ്പുരയ്ക്കൽ തറവാട്ടിൽ നിന്നാണെന്ന് സൂചിപ്പിക്കേണ്ടായി. അത് വസ്തുതപരമല്ല. കാരണം എന്താ വെച്ചാൽ ആ ഭൂമി മേലേപ്പുര വീട്ടുകാരിൽ നിന്ന് വാങ്ങിയ ഭൂമിയല്ല. അത് സർക്കാർ മിച്ചഭൂമിയായി പിടിച്ചെടുത്ത ഭൂമിയാണ്. ആ മിച്ചഭൂമിയായി പിടിച്ചെടുത്ത ഭൂമി നഗരസഭയ്ക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തതിൽ ഒരാളാണ് ബേബി ജോൺ മാഷ്. അന്ന് നായനാർ സർക്കാരുള്ളപ്പോൾ അതിന് അനുമതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മിച്ചഭൂമിയായി കണ്ടെടുത്ത സ്ഥലം ഈ നഗരസഭയ്ക്ക് കൈമാറി. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് നടന്നിട്ടുള്ളത്. അതാണ് അതിൻ്റെ വസ്തുത. വിലയ്ക്ക് വാങ്ങിയതല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അതും കൂടി സൂചിപ്പിക്കുകയാണ്. ഈ മിച്ചഭൂമി വിവിധ ഭൂമിയില്ലാത്തവർക്ക് പതിച്ച് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അതിന് പകരം വേറെ സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി കൈമാറ്റം ഉണ്ടായിട്ടുള്ളത്. അതാണ് വസ്തുത. അത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അങ്ങനെ കൈമാറ്റം ഉണ്ടായിട്ടുള്ളത്. നഗരസഭയുടെ വികസനത്തിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും. അതൊന്ന് തിരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രം. PK അബൂബക്കർ ഹാജി 96-ൽ നമ്മുടെ ആസ്തി രജിസ്റ്ററിൽ കള്ളം വരില്ലല്ലോ. ചാവക്കാട് നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ 1996 അല്ല, നമ്മൾ സ്ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. നമുക്ക് ഇവിടെ ചെയർമാൻമാരുടെ ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ. ഇവിടെ കാണിച്ച ലിസ്റ്റിൽ 95 തൊട്ട് 95 ബഹുമാനപ്പെട്ട PK അബൂബക്കർ ഹാജി ചെയർമാൻ ആയിരിക്കുന്ന കാലത്ത്, കൗൺസിൽ കഴിയുന്ന കാലത്ത് അല്ല, 95 ചെയർമാന്റെ കാലാവധി കഴിയുന്ന സമയത്ത് ജനുവരി 23-നാണ് നമ്മുടെ ചാവക്കാട് നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ മേലേപ്പുര നാരായണി അമ്മ നൽകിയ ഭൂമി 4 ഏക്കറും 33 സെന്റ് സ്ഥലം നമ്മുടെ ആസ്തി രജിസ്റ്ററിൽ ചാവക്കാട് നഗരസഭയുടെ ആസ്തി റെക്കോർഡാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് രാഷ്ട്രീയമല്ല. ചാവക്കാട് നഗരസഭയുടെ ആസ്തി റെക്കോർഡ് പ്രകാരം ആസ്തി റെക്കോർഡ് പ്രകാരം അതിൽ 4 ഏക്കർ 33 സെന്റ് മിച്ചഭൂമിയല്ല. 4 ഏക്കർ 33 സെന്റ് മിച്ചഭൂമിയല്ല. അതിൽ 4 ഏക്കർ 33 സെന്റ് മിച്ചഭൂമിയല്ല, 2 ഏക്കർ മിച്ചഭൂമിയുള്ളൂ. ബാക്കി വരുന്ന ഭൂമി കാജ ട്രോഫിയിൽ നിന്ന് സംഘാടകർ നൽകിയ 5 ലക്ഷം. ഇത് നമ്മുടെ ആസ്തിയിലുള്ളതാ, റെക്കോർഡാണ്. ഞാൻ പറയട്ടെ, ഈ ഭൂമി കണ്ടെടുത്ത ഭൂമി മിച്ചഭൂമി 2 ഏക്കറാണ്. രാധാകൃഷ്ണൻ തെറ്റുപറ്റി. മിച്ചഭൂമി 2 ഏക്കറും 2 ഏക്കർ 33 സെന്റ് ഭൂമി നഗരസഭയും കാജ ട്രോഫി നടത്തിയിരുന്ന സംഘാടകരും സംയുക്തമായി വാങ്ങിയ ഭൂമിയാണ്. അതിന് പകരമായാണ് ട്രഞ്ചിങ് ഗ്രൗണ്ടിന്റെ അടുത്ത് മിച്ചഭൂമിയായി കൊടുത്തത്. ഞാൻ പറയട്ടെ, കാജ ട്രോഫി ഞാനീ സംസാരിക്കുന്നത് വസ്തുനിഷ്ഠമാണോ അല്ലയോ എന്ന്
ചാവക്കാട് നഗരസഭയുടെ ആസ്തി രജിസ്റ്റർ പരിശോധിച്ചറിയാം. ആസ്തി രജിസ്റ്റർ അനുമതിയോടുകൂടി നഗരസഭ ഏറ്റെടുത്താണ്. മാത്രമല്ല ഈ 2 ഏക്കർ ഭൂമി സർക്കാരിന്റെ അനുമതിയോടുകൂടി. ഈ കാജ കമ്പനി ഇതുണ്ടല്ലോ, കാജ കമ്പനിയല്ല, കാജ ഫുട്ബോൾ സംഘാടകർ. അത് നമ്മുടെ ആസ്തി രജിസ്റ്റർ ചെയ്ത ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. ആ സംഘാടകർ ഇത് പാഠമായിരുന്നു. ഈ ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി ആ സംഘാടകരുടെ പണം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാജ ട്രോഫി ഈ കമ്മിറ്റി ഉണ്ടല്ലോ, ആ കമ്മിറ്റി കാജ ട്രോഫി നടത്തിയിരുന്ന ആ കമ്മിറ്റി അവരുടെ ഫണ്ട് ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് സത്യമാണ്, ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. തർക്കമില്ലാത്ത പരിശോധിച്ചാൽ മനസ്സിലാവും. നഗരസഭയുടെ അനുമതിയോടുകൂടി 1.5 ഏക്കർ ഉണ്ടായിരുന്ന ഭൂമി 2 ഏക്കർ ആക്കിയാണ് ഇപ്പൊ ഈ പറയണത്. ഇത് ഈ പറയുന്നത് വസ്തുത വിരുദ്ധമാണെങ്കിൽ ചാവക്കാട് നഗരസഭയുടെ ആസ്തിയിൽ എഴുതി വെച്ചിട്ടുള്ളത് വസ്തുത വിരുദ്ധമാണ്. ഇതിന്റെ ഡോക്യുമെന്റ് ഒക്കെ അല്ലല്ല, വസ്തുത വിരുദ്ധമാണ്. ചാവക്കാട് നഗരസഭയുടെ ആസ്തിയിൽ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ പറയട്ടെ. വേറൊരു കാര്യം, ശ്മശാനത്തിനെതിരാണ് ബേബി ജോൺ. ആരാ പറഞ്ഞത്? 100%. വേറെ പറയണ് 100%. ശ്മശാനത്തിന് ഭൂമി വാങ്ങിയ ആളാരാ? ശ്മശാനത്തിന് വേണ്ടി ശ്മശാനത്തിന് ഭൂമി വാങ്ങിയത് അസുഖത്തിന്റെ കാലത്താണ്. ഒരു മിനിറ്റ്. ശ്മശാനത്തിന്റെ അജണ്ട കൗൺസിലിൽ വന്നപ്പോൾ ആർക്കാനി ടീച്ചറെ പരിഹസിച്ച് ഇറങ്ങിപ്പോയ ഇടതുപക്ഷ ജനാധിപത്യ ആ വിയോജനക്കുറിപ്പ് ചാവക്കാട് നഗരസഭയിലുണ്ട്. ചാവക്കാട് നഗരസഭയില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്ത വിയോജനക്കുറിപ്പ് അതിന് പറഞ്ഞ കാരണം ആ സംഘാടക സമിതിയില് ഇടതുപക്ഷത്തെ ഉൾപ്പെടുത്തിയില്ല എന്നാണ് ആരോപണം. ഒരിക്കലും സമ്മതിക്കാൻ പോണ കാര്യം പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ ശവശരീരം ഈ ശ്മശാനത്തിൽ വെക്കണമെന്ന് കഴിഞ്ഞ ദിവസം കൂടി മാറ്റി പറയേണ്ടതല്ല. ഈ ശ്മശാനം ഉണ്ടായി ഞാൻ ചെയർമാനായിരിക്കുമ്പോ ബേബി ജോൺ മാഷ് എന്നോട് പറഞ്ഞു ശ്മശാനം അത് യാഥാർത്ഥ്യമാക്കി. ടീച്ചറാണ് ശ്മശാനം തുടങ്ങുന്നതിന് വേണ്ടി ആ പ്രദേശത്ത് വാർഡ് സഭ വിളിച്ചു ചേർത്ത് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെ സമ്മതത്തോട് പറയുന്നുണ്ട്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നതൊക്കെ രേഖകളാണ്. ഈ ശിവദാസൻ പറഞ്ഞ കാര്യം, ഈ ബൈപ്പാസിൽ വ്യവസായികൾക്ക് ഞങ്ങൾ എതിരാണെന്ന് പറഞ്ഞു. ഇപ്പൊ അത് ശുദ്ധാസംബന്ധം ഞങ്ങളൊരു എതിരല്ല. നിങ്ങളല്ല സത്താറ്, സോറി, ശിവദാസ എതിരുന്നല്ല പറഞ്ഞത്. അതിന് എന്ത് മാറ്റം വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. സത്താറിൻ്റെ പറഞ്ഞത് സത്താർ ഞങ്ങൾ എതിരാണെന്ന് പറഞ്ഞു. ഞങ്ങൾ എതിരല്ല. ഇപ്പോൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഇത് കേൾക്കണം. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാനിൽ ഈ ടൗൺ പ്രദേശമൊക്കെ കമേഴ്സ്യൽ സോൺ ആക്കിയിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത്. ആ കമ്മിറ്റിയിൽ ആരുണ്ട്? ബഹുമാനപ്പെട്ട സത്താറുണ്ട്. കമേഴ്സ്യൽ സോണാണ്. ആ കമേഴ്സ്യൽ സോൺ ഒപ്പിട്ടുള്ള ആൾ കമേഴ്സ്യൽ സോൺ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെ എതിരാവുക? ആ ബൈപ്പാസിലുള്ള സ്ഥലങ്ങളിൽ വ്യാപാര കേന്ദ്രങ്ങൾ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കമേഴ്സ്യൽ സോണാക്കി. ഞങ്ങളതിന് തടസ്സമല്ല. ഇവിടെ ശിവദാസൻ സൂചിപ്പിച്ചു, അവിടെ വ്യവസായ കമേഴ്സ്യൽ സോണിൽ ഈ വ്യവസായം തരാൻ പറ്റില്ല, വ്യാപാര സ്ഥാപനങ്ങൾ വരാൻ പറ്റും. ഞങ്ങൾ ഇതിനെതിരില്ല. അവിടെ റെസിഡൻഷ്യൽ ഏരിയ അല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ മാസ്റ്റർ പ്ലാനിൽ വന്നിട്ടുള്ളത്. കൗൺസിൽ എടുത്ത തീരുമാനം ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും. ചാവക്കാട് ടൗണിൻ്റെ പ്രദേശമൊക്കെ കമേഴ്സ്യൽ സോൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ വരുന്നത് ഞങ്ങൾ എതിരല്ല. എങ്ങനെ വരണമെന്ന കാര്യത്തിൽ നമുക്ക് ആലോചിക്കാം. എങ്ങനെയാണ് മാറ്റം വരുന്നത്? വ്യാപാര സ്ഥാപനത്തിന് ഇടപെടുകയാണ്. അവിടെ വ്യാപാര സ്ഥാപനത്തിലൂടെ ഒരാൾ ഇപ്പോഴും സുപ്രീം കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ കാര്യം ഞാൻ പറയാം. കോടതിയിൽ ഒരാളുടെ അത് ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യവസായി അദ്ദേഹം ഇപ്പോഴും അത് നടത്തിക്കൊണ്ടിരിക്കുക. അതല്ല, അത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വസ്തുത എന്താണെന്ന് വെച്ചാൽ കമേഴ്സ്യൽ സോണാക്കി നഗരസഭ മാറ്റി. അപ്പോൾ ഭൂമിയുടെ ആധാരം നോക്കുമ്പോൾ ആ തരം നോക്കുമ്പോൾ നഞ്ചയാണ്. നഞ്ച മാറ്റേണ്ട ചുമതല റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനാണ്, ഞങ്ങളല്ല. അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നഞ്ച മാറ്റി കൊടുത്താൽ അവിടെ മാറും. ആ നഞ്ച മാറ്റി കൊടുക്കാനുള്ള അധികാരം നഗരസഭയ്ക്കില്ല. അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഏത് ഭൂമിയുടെ ഉടമയും നഞ്ച മാറ്റണമെങ്കിൽ, ഈ മേഖലയിൽ നഞ്ച മാറ്റണമെങ്കിൽ അതിൻ്റേതായ നടപടിക്രമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണം. അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ വന്നാൽ ഞങ്ങൾ പ്ലാൻ കൊടുക്കും. രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യത്തിൽ 2012 മാസ്റ്റർ പ്ലാനിൻ്റെ കരട് പ്രസിദ്ധീകരിക്കുന്നത്. കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാനും ബഹുമാനപ്പെട്ട രാധാകൃഷ്ണനായിട്ടും കൗൺസിലുണ്ട്. 2020 കരട് പ്രസിദ്ധീകരിക്കുന്നത് 2012. കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. കംപ്ലീഷൻ ചെയ്യാതെ ആളുകളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോവരുത്. 2017 ബഹുമാനപ്പെട്ട ആ വ്യവസായി അവിടെ കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട്
നഗരസഭയിൽ പെർമിറ്റിന് അപേക്ഷ കൊടുക്കുന്നത്. ഒരു മിനിറ്റ്, 2017 ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്താത്ത ആ പ്രദേശം 2019 ഡാറ്റാ ബാങ്കിൽ എങ്ങനെ ഉൾപ്പെട്ടത്? നിങ്ങൾ മറുപടി പറയണം അതിന്. മറുപടി പറയണം. അന്നത്തെ ചെയർമാൻ സ്വാർത്ഥ താല്പര്യവും സാമ്പത്തിക താല്പര്യത്തിനും വേണ്ടി അദ്ദേഹം നിന്ന് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അയാൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പരാജയപ്പെട്ടു. നഗരസഭ സുപ്രീം കോടതിയിൽ പരാജയപ്പെട്ടു. അവസാന സെറ്റിൽമെന്റിന് വേണ്ടി ഈ കൗൺസിലിന്റെ കാലത്ത് 2024 അയാളെ വൈസ് ചെയർമാന്റെ ക്യാബിനിൽ വിളിച്ചു ചേർത്തിട്ട് അയാളോട് അഭ്യർത്ഥിച്ചത് എന്താ? 6 അടി വഴിക്ക് വേണ്ടി ഭൂമി വിട്ടു തന്നാൽ ഞങ്ങൾ അനുമതി തരാമെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ മനസ്സിലാക്കി. നിയമക്കുരുക്കില് മാസ്റ്റർ പ്ലാന്റെ നിയമക്കുരുക്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുമതി കൊടുക്കാൻ പറ്റുക? ആ സംസാരം പോലും അദ്ദേഹം സുപ്രീം കോടതിയിൽ ഇപ്പൊ കോർട്ട് ചെയ്തിരിക്കുക. നിങ്ങൾ ആവശ്യപ്പെട്ട സംസാരം പോലും സുപ്രീം കോടതിയിൽ കോർട്ട് ചെയ്തിരിക്കുക. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ചാവക്കാട് പോലുള്ള ഒരു നഗരം, അത് നേരത്തെ ഇവിടെ പറഞ്ഞു മിനി ഗൾഫ് എന്ന് പറയപ്പെടുന്നത് ചാവക്കാടിന്റെ ഒരു പാരമ്പര്യ. ആ പ്രവാസികൾ കഷ്ടപ്പെട്ട് ഒരു വ്യവസായം തുടങ്ങാൻ വരുമ്പോ അത് തകർക്കുന്ന നിലപാടെടുക്കുന്നത് ശരിയല്ല. അത് തകർക്കുന്ന നിലപാടെടുക്കുന്നത് ശരിയല്ല. ഞാൻ ചോദിക്കുന്നു, ബൈപ്പാസിൽ ഇതേ മാനദണ്ഡങ്ങൾ നിലനിൽക്കുമ്പോ എത്ര കെട്ടിടങ്ങൾക്ക് അനുമതി കൊടുത്തിരിക്കണം? ഇതേ മാനദണ്ഡം തന്നെയല്ലേ അപ്പുറത്തുള്ളത്, റോഡിന്റെ അപ്പുറത്തുള്ളത്? എത്ര കെട്ടിടങ്ങൾക്ക് അനുമതി കൊടുത്തിരിക്കുന്നു? 5 ആയിരുന്ന ഇപ്പോഴും നമ്പർ ലൈസൻസ് ഇല്ലാത്ത കെട്ടിടങ്ങൾ പ്രവർത്തിക്കുകയാണ്. അനുമതി ഇല്ലാതെ ലൈസൻസ് ഇല്ലാതെ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുകയാണ്. അപ്പൊ ചില സ്വകാര്യ വ്യക്തികളെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ചാവക്കാടിനെ നശിപ്പിച്ചു എന്ന ഒരു കുറ്റസമ്മതമാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പില് നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്. ഒരു കുറ്റസമ്മതമാണ്. ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി, 20 വർഷം ഞങ്ങള് ഈ നഗരത്തെ നശിപ്പിച്ചു എന്ന ഒരു കുറ്റസമ്മതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഞാൻ പറയുന്നു ടൗണ് പോലുള്ള ഇത് അങ്ങനെയല്ല. ടൗണ് പോലുള്ള ചേരിയും വഞ്ചിക്കടവും പുന്നയും ആഴ്ചകളോളം വെള്ളം കയറി പുറത്തിറങ്ങാതിരുന്നു. എന്തുകൊണ്ട് വെള്ളം കയറി? നിങ്ങൾ അതിന് മറുപടി പറയണ്ടേ? അവിടെ കനാലിന് പാർശ്വഭിത്തി കെട്ടുന്നതിന് വേണ്ടി 2010 വെച്ച പദ്ധതി എവിടെ? 2010 പാർശ്വഭിത്തി കെട്ടുന്നത് പദ്ധതി എവിടെ? പാവപ്പെട്ടവരായ കാര്യങ്ങളാണ് പറയുന്നത്. നഗരസഭയുടെ കാര്യത്തിൽ ഒരു വീഴ്ച ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നഗരസഭയുടെ കാര്യത്തിൽ ഒരു വീഴ്ച നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താലല്ലേ വീഴ്ച. കമേഴ്സ്യൽ സോണിന്റെ കാര്യം ഒന്നും ചെയ്തിട്ടില്ല. സത്താറുള്ള കമ്മിറ്റിയാണ് കമേഴ്സ്യൽ സോൺ. 2020 ബഹുമാനപ്പെട്ട രാധാകൃഷ്ണനും ഞാനും മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയിൽ വരുന്നത് 2020 കരട് മാസ്റ്റർ പ്ലാൻ ഇറങ്ങുന്നത് 2012 നിർദ്ദേശങ്ങള് നിങ്ങൾ വെച്ചിട്ടുള്ളത് പല മേഖലകളും. ഇപ്പോ നിലപാടാണ് ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ ഒരു മിനിറ്റ് നിങ്ങളുണ്ടാക്കിയ മാസ്റ്റർ പ്ലാനില് സത്യസന്ധമായി പറയൂ. നിങ്ങളുണ്ടാക്കിയ മാസ്റ്റർ പ്ലാനില് ഒട്ടനവധി അപാകതകൾ ഉണ്ട് എന്ന് അംഗീകരിച്ച കമ്മിറ്റിയല്ലേ നമ്മുടെ കമ്മിറ്റി? അപാകതകളേ ഉള്ളൂ. ടൗൺ ഹാളിൽ മാർക്ക് ചെയ്തത് എവിടെയാ? നിങ്ങൾ യാഥാർത്ഥ്യം പറയാം. ടൗൺ ഹാൾ മാർക്ക് ചെയ്തത് കോഴിക്കുളങ്ങര പാടത്തല്ലേ? അത് യാഥാർത്ഥ്യമല്ല. ആ മാസ്റ്റർ പ്ലാൻ യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞ ആളുകളെ നമ്മൾ രണ്ടുപേരും. റോഡുകളുടെ അളവ് എനിക്ക് അക്ബർ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത്. കൗൺസിലർമാർ മുന്നോട്ട് പോയത്. കൗൺസിലർമാർ പറഞ്ഞിട്ടില്ല. കൗൺസിൽ ഏകകണ്ഠമായിട്ടാണ് അംഗീകരിച്ചത്. ഞാൻ ചോദിക്കുന്നത് രാധാകൃഷ്ണൻ, ഞാൻ ചോദിക്കുന്നത് ഒരു മാസ്റ്റർ പ്ലാനില് എനിക്ക് അക്ബർ ചെയർമാൻ ആയിരിക്കുമ്പോൾ കോൺഗ്രസ് ഉണ്ട്, ആ കൗൺസിൽ കോൺഗ്രസ് ഉണ്ട്. അവര് ഏകകണ്ഠമായിട്ടാണ് ഏറ്റവും വലിയ സാമ്പത്തിക
അത് ഏറ്റവും വലിയ സാമ്പത്തിക നിങ്ങളുടെ കൗൺസിലർമാരെ കെണിയിലേക്ക് അംഗീകരിച്ചിട്ടുണ്ട്. കൊണ്ടിട്ടത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അല്ലല്ല. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അത് പറ്റില്ല. അത് നിങ്ങൾ ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നു. മാസ്റ്റർ പ്ലാന് എന്റെ ബാലമണി മന്ദിരം മാസ്റ്റർ- ഒരാൾക്ക് പോലും റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത് ആര്? എൻ.കെ. അക്ബറിന്റെ സ്വകാര്യ താല്പര്യം. ഒരു താല്പര്യവും എൻ.കെ. അക്ബറിന്റെ സ്വകാര്യ ഇവരെ- താല്പര്യം. ഇത് എന്തുകൊണ്ടാണ് ഇത് പ്രേക്ഷകർ സ്റ്റേഡിയം കാണുന്ന ആൾക്കാർ ചാവക്കാട് മനസ്സിലാക്കണം. നിന്നും ട്രഞ്ചിങ് നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് കാണുന്ന കൊണ്ടുപോയത് ആൾക്കാർ മനസ്സിലാക്കണം. എൻ.കെ. അക്ബറിന്റെ എന്താണ് സ്വകാര്യ എൻ.കെ. താല്പര്യം. അക്ബർ എന്തുകൊണ്ടാണ് കൗൺസിൽ ടൗൺ ഹാൾ വെക്കുന്നു. വരാത്തത്? ആ കൗൺസിൽ എൻ.കെ. വെച്ചിട്ട് അക്ബറിന്റെ ഏകകണ്ഠമായി സ്വകാര്യ താല്പര്യം. പാസ്സാക്കുന്നു. എൻ.കെ. കോൺഗ്രസിന്റെ അക്ബറിന്റെ കൗൺസിലർമാർ ഒരു സ്വകാര്യ അക്ഷരം പറഞ്ഞിട്ടില്ല. താല്പര്യങ്ങൾ ഒരു ഈ ആലോചന നഗരത്തെ പറഞ്ഞിട്ടില്ല. അത് തകർത്തു. സമ്മതിക്കാൻ പോണില്ല. എൻ.കെ. അക്ബറിന്റെ വസ്തുനിഷ്ഠമായ സ്വകാര്യ കാര്യമാണ്. താല്പര്യങ്ങൾ ഒരു ഈ നഗരത്തെ താല്പര്യമില്ല. തകർത്തു. നാടിന്റെ താല്പര്യമാണ്. ഒരു എം.എൽ.എ. നാടിന്റെ താല്പര്യം. നഗരത്തിന് അനുസൃതമായിട്ടാണ് വളരേണ്ടത്. നാടിന്റെ ഒരു താല്പര്യം. എം.എൽ.എ. നിങ്ങൾ നഗരത്തിന് ഒരു അനുസൃതമായിട്ടാണ് കണക്ക് വളരേണ്ടത്. ഒന്ന് നിങ്ങൾ ഒരു ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല. നുണ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അല്ലല്ല, പറയാൻ പറ്റില്ല. നോണൊന്നല്ല. എല്ലാ ഞാൻ പറയാം, ടൗൺ ഹാളിന് വേണ്ടി മാസ്റ്റർ പ്ലാൻ കൗൺസിലിൽ വെക്കുന്നു. എൻ.കെ. അക്ബറിന്റെ കാലത്ത് കൗൺസിലിൽ വെച്ചിട്ട് പറയണം മാസ്റ്റർ പ്ലാൻ ഇതാ. നിങ്ങൾക്ക് ശരിയായ പഠനം നടത്താതെയാണ് വെച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയാം. കൗൺസിൽ ഏകകണ്ഠമായി പാസ്സാക്കിയതിന് ശേഷമാണ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ കൗൺസിലർ മുണ്ടിയിട്ടില്ല, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇത് വസ്തുതാപരമാണ്. ഇല്ലല്ല, നിങ്ങൾ പറഞ്ഞിട്ടോ, നിങ്ങളല്ല, ആ കൗൺസിൽ പറഞ്ഞിട്ടില്ല. ആ കൗൺസിൽ പ്രതിപക്ഷം ഉണ്ടാതിരുന്നു ഇത് ശരിയാണെന്ന് പറഞ്ഞ് നിലപാടെടുത്ത് പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. പരിശോധിച്ച് നോക്ക്. വെല്ലുവിളിക്കാണ് ഞാൻ, വെല്ലുവിളിക്കാണ്. നിങ്ങളെ കൗൺസിലർമാർ മിണ്ടിയിട്ടില്ല. ഭരണപക്ഷം പോലും ആ മാസ്റ്റർ പ്ലാനിലെ അപാകതകൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ രാധാകൃഷ്ണൻ ഇരുന്ന അപാകതകൾ മാറ്റിയല്ലേ? അപ്പൊ ഞാൻ അന്നത്തെ മാറ്റി ഭരണസമിതി എടുത്ത ചെറിയ തീരുമാനം ചെറിയ ശരിയല്ല പാഴ്ചകളുണ്ട്. എന്നത് ചാവക്കാടിന്റെ അല്ലാണ്ട് പറ്റില്ല. ഒരു മാസ്റ്റർ പ്ലാനിലും സബ് ഡിവിഷൻ ഇല്ലാതെ സർവേ നമ്പറുകൾ കൊടുക്കില്ല. അതൊക്കെ ഇത് തെറ്റായ പ്രവണതയാണ്. ഒരേ സർവേ നമ്പറുകൾ 4 പ്രദേശങ്ങളിൽ വരും ഒരു മാസ്റ്റർ പ്ലാനില്. അതെങ്ങനെ വന്നു? അതെങ്ങനെ വന്നു? ടൗൺ ഹാള് മാർക്ക് ചെയ്തത് കോഴിക്കുളങ്ങര പാടത്ത് എങ്ങനെ വന്നു? തെറ്റായ മാസ്റ്റർ പ്ലാൻ, ശരിയായ പഠനം നടത്താതെ മാസ്റ്റർ പ്ലാനാണ് എന്ന കാര്യത്തില് ആർക്കും സംശയമില്ല. കൗൺസിലിന്റെ മിനിറ്റ്സ് പരിശോധിച്ചു. നിങ്ങളെ കൗൺസിലർമാർ കൂടി അംഗീകരിച്ചിട്ടാണ് മാസ്റ്റർ പ്ലാൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത്. നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടില്ല? ഞാൻ പറയട്ടെ, ഈ മാസ്റ്റർ പ്ലാൻ കൗൺസിൽ വെച്ചപ്പോ മാസ്റ്റർ പ്ലാൻ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാം, മാസ്റ്റർ പ്ലാൻ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് വാർഡ് സഭകളിൽ നിർദ്ദേശങ്ങൾ വെക്കണം. വെച്ചോ? ചാവക്കാട് നഗരസഭ വ്യാപാരികളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. വെച്ചോ? ചാവക്കാട് നഗരസഭ ഒന്നും ചെയ്യാതെ വെറുതെ പറയാം. പിന്നെ ഈ വരുമാന വർധന, ഇപ്പം ഞാൻ കൗൺസിലിൽ 2005 വന്ന സമയമാണ്. ചാവക്കാട് ഇവിടെ പറഞ്ഞല്ലോ വരുമാന വർധനവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ചാവക്കാട് ബസ് സ്റ്റാൻഡ് കെട്ടിടം ഉണ്ട് അവിടെ. ഞാൻ നോക്കുമ്പോൾ 18 കെട്ടിടം കട റൂമുകൾ അടച്ചിട്ടിരിക്കുകയാണ്. പരിശോധിച്ചു. അപ്പോൾ വലിയ ഡെപ്പോസിറ്റാണ്. അവിടെ ആരാ ഭരിച്ചിരുന്നത്? പി കെ അബൂർഹാജിയാണ് ഭരിച്ചിരുന്നത് 5 കൊല്ലക്കാലം. ഇതേൾക്ക് അല്ല, ആ കെട്ടിടത്തിന് വാടകയ്ക്ക് പിന്നെ ഞങ്ങളാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനം എടുത്തത്. നിങ്ങളെ പണിത കെട്ടിടമൊന്നുമല്ല, അത് ഇടതുപക്ഷ മുന്നണിയുടെ കൗൺസിലും ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2000-2005 BJP സഹായത്തോടു കൂടി നിങ്ങൾ ഭരിച്ചത്. അത് പറയും. ഇനി നിങ്ങൾ നോക്കട്ടെ, ഇവരൊക്കെ ഇങ്ങനെ നുണ പറഞ്ഞു ഒരു അനുഭവം ഞാൻ പറയാം. കേരളക്കാരനായിട്ട് പിന്തുണയോട് കൂടിയിട്ടാണ് ഞാൻ ഭരിച്ചത്. ഇപ്പൊ നിങ്ങള് കോഴിക്കുളങ്ങരയില് LDFന്റെ ഘടകകക്ഷിയാണ് CPI. LDFന്റെ ഘടകകക്ഷിയാണ് CPI. കോഴിക്കുളങ്ങരയിൽ ചിഹ്നം വെച്ച് മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്വം കൊടുത്ത ആള് ഇപ്പോഴും വിപുലായിട്ട് നിൽക്കുക. ഈ ചാവക്കാടത്തെ പ്രബുദ്ധനായ നേതാവാണ് എച്ച് അക്ബറിനെതിരെ നോമിനേഷൻ കൊടുത്തത് ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ? ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബ്രാഞ്ച് സെക്രട്ടറിമാര് ഏറ്റവും കൂടുതൽ നോമിനേഷൻ നിങ്ങളുടെ ഇപ്പൊ എന്റെ വാർഡില് സ്ഥാനാർത്ഥിയായിട്ടുള്ള BJP കാൻഡിഡേറ്റാ. ചിഹ്നല്ല, കപ്പും സാസറ ചിഹ്നം. CPM പോലുള്ള LDF പോലുള്ള ഒരു ഇതിന് കപ്പും സാസറും. BJP കുടുംബത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുക. BJP-യുടെ അവര് പാരമ്പര്യമായി BJP ഇതിപ്പോ ഈ 2025 കാര്യം ഞാൻ പറയുന്നത്. 2025 എന്റെ രാധാകൃഷ്ണൻ ഈ കൗൺസിലില് കുടുംബശ്രീയുടെ പരിപാടി ഗണഗീതം പാടി തുടങ്ങിയേ. നിങ്ങള് ഗണഗീതം പാടി RSSനെയും BJP-യെ സന്തോഷിപ്പിക്കാൻ ഗണഗീതം പാടി തുടങ്ങിയവരാ നിങ്ങള്. അത് കൗൺസിലിൽ ഞങ്ങൾ റെക്കോർഡുണ്ട്. RSSും സംഘപരിവാരും BM3-യിലൂടെ ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷിയെ മാറിക്കൊണ്ടിരിക്കുക. ഘടകകക്ഷിയെ നിങ്ങളുടെ ഘടകകക്ഷിയായത്
ചാവക്കാട് RSS സംഘപരിവാറും CPM ഘടക കക്ഷിയാ. അല്ല നിങ്ങൾ പറയും 9ാം വാർഡിലെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് BJP-കാരിയായ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായത്? അപ്പൊ ഇത് ഇവിടെ നിരന്തരമായി RSS സംഘപരിവാറിനെയും പരിപാലിച്ചു പോകുന്ന രാഷ്ട്രീയ സംഘടന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇടതുപക്ഷ ഒരു കാര്യം കൂടി പറഞ്ഞ ഒരു കാര്യം കൂടി സംസാരിക്കാം. ഇവിടെ ഞാൻ പറയട്ടെ, 80 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2 മുന്നണികളാണ് മത്സരിച്ച് ചാവക്കാട് നഗരസഭയിൽ. 2 മുന്നണി, ഒന്ന് BJP-യും കോൺഗ്രസും ലീഗും സംയുക്ത മുന്നണി, ഒരു മുന്നണി. ഇപ്പുറത്തെ ഇടതുപക്ഷം ആന്റണി കോൺഗ്രസിന്റെ മുന്നണി. ഞാൻ വെല്ലുവിളിക്കുന്നത് അല്ലല്ല, ഇത് പത്രക്കാർ പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കണോ? സോസറിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥി LDF-ന്റെ സ്ഥാനാർത്ഥി വെല്ലുവിളിക്കുന്നു. ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന പോലുള്ള ഒരു സീനിയർ നേതാവിനെതിരെ ബ്രാഞ്ച് സെക്രട്ടറി എങ്ങനെ നോമിനേഷൻ കൊടുത്തു? ഘടകകക്ഷിയല്ലേ CPI. CPIയുടെ ചിഹ്നത്തിൽ മത്സരിച്ച എങ്ങനെ സ്വതന്ത്രനായി? ഇപ്പൊ PV പീറ്റർ ഇവരൊക്കെ ഇപ്പൊ നമ്മുടെ വികസനത്തിലേക്ക് വരും. അല്ലല്ല, നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലേക്ക് ഈ വസ്തുത മനസ്സിലാക്കി. നമ്മള് 80 തെരഞ്ഞെടുപ്പിലും 88 തെരഞ്ഞെടുപ്പിലും BJP മുന്നണിയായിട്ട് മത്സരിച്ചു. നമ്മള് ചാവക്കാടിലെ നമ്മളിരിക്കുന്നത് സംവാദം, നമ്മുടെ ഈ സംവാദം ചാവക്കാടിന്റെ സമഗ്രമായ വികസനം. നല്ല മുഖങ്ങൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. നല്ല മുഖങ്ങൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. നല്ല മുഖങ്ങൾ ഞങ്ങളെ കൂടെയാണ്. ഫിറോസ് തൈപ്പറമ്പില്, കോനത്തുക്കർ, യതീന്ദ്രദാസ്, PV പീറ്റർ, നല്ല മുഖങ്ങൾ. അത് നമ്മുടെ ഞങ്ങളെ അതാണ് അയാൾ ആയിക്കോട്ടെ, ഞങ്ങളെ കൂടെ വന്നല്ലോ. ആ രീതിയിലുള്ള പരസ്പര ആരോപണ രാഷ്ട്രീയ ആരോപണത്തിലേക്ക് പോവാതെ നമ്മുടെ ചാവക്കാടിന്റെ ഇപ്പോ ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു നാടിന്റെ പുരോഗതി നമുക്കറിയാൻ സാധിക്കും. ഒരു നല്ല കാഴ്ച ഒരു നാട്ടിലുണ്ടാവുന്നത് അവിടെ നല്ല കാഴ്ചപ്പാടുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴാണ്. ആ കാഴ്ചപ്പാട് എങ്ങനെ നമ്മുടെ ഈ കൗൺസിലർമാർക്ക് ഒത്തൊരുമിച്ച് ചെയ്യാൻ സാധിക്കും? നമ്മുടെ നാടിനെ വികസിപ്പിക്കുന്ന കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഇല്ലാതെ നമുക്ക് ഒരുമിച്ച് എങ്ങനെ നിൽക്കാൻ കഴിയും? ഒരു നാടിൻ്റെ പുരോഗതി എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? ചാവക്കാട് വ്യവസായങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? ചാവക്കാട് നല്ല കെട്ടിടങ്ങൾ അല്ലെങ്കിൽ നല്ല ബിസിനസ് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇതിനെ മുഴുവൻ മനുഷ്യരുടെയും ഒരു ഏകീകരണം, ഒരു ഐക്യപ്പെടൽ നമുക്ക് ഇപ്പം നമ്മൾ മാസ്റ്റർ പ്ലാനൊക്കെ പറയുമ്പോൾ പോലും പലവട്ടം നമ്മൾ മാസ്റ്റർ പ്ലാൻ മാറ്റുകയും അത് തുടരുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങനെ നമുക്കിതൊക്കെ പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ വളരെ സമഗ്രമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇനി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആ പരസ്പര പോരടിക്കുന്നതിലേക്കല്ല നമ്മൾ പോകേണ്ടത്, മറിച്ച് നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനത്തിലേക്ക് എങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വലിയ കാഴ്ചപ്പാടോടെ ഒരു നാടിനെ വികസിപ്പിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചാണ് നിങ്ങളുടെ പ്രതികരണം. സംവാദം നമ്മൾ അവിടെയാണ് സംവാദം ഉണ്ടാകുന്നത്. പരസ്പരം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തൽക്കാലം നമുക്ക് മറക്കാം. അത് നമുക്ക് രാഷ്ട്രീയ ഇപ്പോൾ ഒരു 13-ാം തീയതി ചാവക്കാട് ആര് വന്നാലും ആ ജനവിധിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായ നിലപാടാണ് ഞങ്ങൾക്ക്. ജനങ്ങൾക്ക് നാടിനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിലപാട്. അതാണ് ഞങ്ങളുടെ നിലപാട്, മറ്റൊന്നുമല്ല. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. നേരിൻ്റെ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളൂ, ഒരു തെറ്റായ വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കാറില്ല. ഇപ്പോൾ ചാവക്കാട് നഗരസഭയിലെ 20 വർഷക്കാലമായി ഇടതുപക്ഷം ഭരിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് വല്ല ആരോപണം ഉന്നയിക്കാൻ പറ്റിയിട്ടുണ്ട്? ഇല്ല. ഇവിടെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് മാത്രമല്ല, പക്ഷേ ജനങ്ങൾ ഞങ്ങളെ നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ, ഞാൻ രാഷ്ട്രീയം പറയല്ല, അതുകൊണ്ട് ഓരോ തവണയും ഞങ്ങൾക്ക് സീറ്റ് വർദ്ധിച്ചു വരുന്നു. ജനങ്ങളുടെ വലിയ പിന്തുണയാണ്. ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഈ നമ്മളെ നഗരത്തിൻ്റെ പാരമ്പര്യമുണ്ട്, മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ് ചാവക്കാട്. എല്ലാവരും ഒരേപോലെ കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു കോട്ടം തെറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇടതുപക്ഷം അവിടെ ശക്തമാണ്. അതുകൊണ്ട് വളരെ സമാധാനപരമായ അന്തരീക്ഷം, മതസൗഹാർദ്ദത്തിൻ്റെ പേര് കേട്ട ഒരു സ്ഥലമായി ചാവക്കാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വികസനം വേണം. ആ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളങ്ങനെ രാഷ്ട്രീയ ചേരിതിരിവ് അങ്ങനെ കാണിക്കാറില്ല. ഇപ്പോൾ 32 വാർഡ് ഇപ്പോൾ നിലവിലുണ്ട്. ഓരോ വികസനം വരുമ്പോഴും എല്ലാ വാർഡിലേക്കും ഒരേപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ ചേരിതിരിവില്ലാതെ തന്നെയാണ് ഞങ്ങൾ ഇതാക്കുന്നത്. എല്ലാവരോടും ഒരേ നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ചാവക്കാടിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയുണ്ട്. ദീർഘവിസ്തൃതമായ കടൽ തീരം നമുക്കുണ്ട്. കനാലിൻ്റെ സാധ്യതയുണ്ട്.
ധാരാളം ആളുകളെ അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പദ്ധതി നമുക്ക് തയ്യാറാക്കേണ്ടത്. ഞങ്ങൾ ഒരു ഘട്ടം എന്ന നിലയിൽ നമ്മൾ ബീച്ചിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇവിടെ എന്താണ് മറ്റ് സൗകര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കേണ്ടായി. യാഥാർത്ഥ്യം എന്താ, സൗകര്യത്തിൻ്റെ കുറവൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ വെറുതെയാണ് വരുന്നത്. ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് വരില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു. ഇപ്പോൾ ഗുരുവായൂരിൻ്റെ സമീപത്താണ് ചാവക്കാടുള്ളത്. അവിടെ വരുന്ന തീർത്ഥാടകർ പലരും ഇവിടെ വന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ ഓരോ ദിവസം ചെല്ലുമ്പോൾ തോറും ആളുകളെ എണ്ണം വർദ്ധിച്ചു വരുന്നത്. അവിടെ ആളുകൾ ഇപ്പോൾ സൗകര്യം മതിയോന്നിച്ച പോരാ, കുറവുണ്ട്. ആ കുറവ് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ചാവക്കാട് വ്യവസായ മേഖലയിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ ഈ സാധനങ്ങൾ മേടിക്കാൻ പല രീതിയിൽ പോകുന്നു. ഇപ്പോൾ എന്താണ് ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ സജീവമായി ഇരിക്കുന്ന കാലമാണ്. അപ്പോൾ ചാവക്കാടിൻ്റെ വ്യാപാര മേഖല പുഷ്ടിപ്പെടണം. പണ്ട് ചാവക്കാടായിരുന്നത്ര ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കട ഉണ്ടായിരുന്നത് ചാവക്കാടായിരുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അതിൽ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അത് അഭിവൃദ്ധിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് തന്നെയാണ് മാസ്റ്റർ പ്ലാനിൽ ഞങ്ങൾ പറഞ്ഞത് ഇന്ന മേഖല കമേഴ്ഷ്യൽ സോണാക്കണം, ഇന്ന മേഖല വ്യവസായ മേഖലയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തിരിച്ചുകൊണ്ടുള്ള മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ന്യൂനതകളുണ്ട്, പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് പരിഹരിച്ച് പോകേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആലോചിക്കാവുന്ന കാര്യമാണ്. കാരണം നമുക്ക് ഫണ്ടിൻ്റെ അപര്യാപ്തത ഉണ്ട്. എല്ലാം നമ്മുടെ നഗരത്തിൻ്റെ വികസനത്തിന് പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒറ്റയടിക്ക് പരിഹാരം കാണാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഫണ്ടിൻ്റെ ലഭ്യത ഒരു പ്രശ്നമാണ്. നമ്മുടെ നഗരസഭാ ഫണ്ട് അല്ലെങ്കിൽ മറ്റേ സർക്കാർ അനുവദിച്ച് വരുന്ന പ്ലാൻ ഫണ്ട്, MP-മാരുടെയും MLA-മാരുടെയും ഫണ്ട്, ഇതൊക്കെ നമ്മൾ പരമാവധി ചാവക്കാട് നഗരസഭ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇനി ഈ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയുള്ള കാര്യങ്ങൾ ആലോചിക്കാവുന്ന കാര്യമാണ്. അത് നിഷേധിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. അതുകൂടി ഉൾപ്പെടുത്തി സമഗ്രമായൊരു വികസനത്തിന് നമുക്ക് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായമായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം തന്നെ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കണം എന്നത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നയം. ആ നയം പോലും കൃത്യമായി നടപ്പിലാക്കാത്ത ഒരു നഗരസഭയാണ് ചാവക്കാട് നഗരസഭ. അത് യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാവക്കാടിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ പ്രവാസികൾ, വ്യവസായശാല നടത്തുന്നവർ, അവിടുത്തെ കച്ചവടക്കാർ, അവരെയെല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ട് ചാവക്കാടിന് ഒരു വലിയ ഹബ്ബാക്കി മാറ്റണം. ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിറയെ ആളുകൾ, ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ആളുകൾ ചാവക്കാട് തീരദേശത്തേക്ക് വരുന്നുണ്ട്. ആ വരുന്ന ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ, ആ പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ആളുകൾ കൂടുതലായി അങ്ങോട്ട് വരാനുള്ള, ആളുകൾക്ക് ആകർഷണമുള്ള തീരമായി ചാവക്കാട് മാറും. നമുക്കൊക്കെ അറിയാം, തീരം ത്തോട് യോജിച്ചു കൊണ്ടാണ് ചില പഞ്ചായത്തുകളും നഗരസഭയും ഒക്കെ വളർന്നിട്ടുള്ളത്. ചാവക്കാട് നഗരസഭയ്ക്ക് തീരം ചേർന്നുകൊണ്ട് ഒരു വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞ 20 വർഷം കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അവിടെ പാർക്കുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആ പാർക്ക് ഉണ്ടായത് കൊണ്ട് മാത്രം നഗരസഭയിലേക്ക് വരുമാനം വരുന്ന രീതിയിലൊന്നും അവിടെ ഒന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ അവിടെ വരുമാനം വരുന്ന രീതിയിൽ, ഇപ്പോൾ നമുക്ക് നാട്ടിക പോയി കഴിഞ്ഞാൽ, തളിക്കുളം ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ഭരിച്ചിരുന്ന മണ്ഡലമാണ്, ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്ന് ഉൾക്കൊള്ളുവാനും ആ മാറ്റങ്ങൾക്ക് അനുസൃതമായി ചാവക്കാടിനെ മാറ്റുവാനും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം 20 വർഷമായി നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മളത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെയല്ലേ നാട്ടികയിലൊക്കെ പോകുന്നത്. ആ തീരത്ത് നടക്കുന്ന ടൂറിസം പദ്ധതികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതുമയുള്ള പദ്ധതികൾ നടക്കുന്നു. ഇവിടെ വ്യവസായികളുണ്ട്, പ്രവാസികളുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അവരെ കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു വലിയ മാറ്റം ഈ നഗരസഭ ആഗ്രഹിക്കുന്നു. ഈ 20 വർഷത്തെ വലിയ മാറ്റം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. അതിൻ്റെ വലിയ ഒരു മുന്നേറ്റം ഞങ്ങൾക്കുണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2 പേരും വളരെ കൃത്യമായി തന്നെ ചാവക്കാടിൻ്റെ വികസനത്തെക്കുറിച്ച്, ചാവക്കാടിൻ്റെ സമഗ്രമായ MRന് 1 മിനിറ്റ് വേണം അല്ലേ? പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 20 വർഷക്കാലമായി നമ്മൾ ചാവക്കാട് നഗരസഭ ഇടതുപക്ഷം ഭരിക്കുകയാണ്. ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ സത്താർ പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. MPയിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 5 കൗൺസിലർമാരാണ് ആകെ ഉണ്ടായിരുന്നത്. അതായത് 20 വാർഡിൽ 5 കൗൺസിലർമാരാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നത്. 5 വാർഡെന്ന് പറയുമ്പോൾ 25%. ഇന്ന് ഇടതുപക്ഷത്തിന് 32-23 കൗൺസിലർമാരുണ്ട്. അതായത് 72%. ഈ 25-ൽ നിന്ന് 72% ഉയർന്നത്
ഞങ്ങളെ ജനങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ്, ഞങ്ങളെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണ്. ആ മാറ്റം ഇനി കാണാം. ഈ മാറ്റം ഇങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിലും കാണാം. അതാണ് സൂചിപ്പിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം മാത്രമല്ല, DAC എന്ന സംവിധാനം കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ കോൺഗ്രസിനകത്തുണ്ടായ തർക്കങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് ഈ MLA അടക്കമുള്ളകൾ ഉപയോഗപ്പെടുത്തി നഗരസഭ തിരിച്ചു പിടിച്ചതാണ്. മുൻ ചെയർമാൻ വത്സരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു വലിയ ആരോപണ വിധേയരായിരുന്നു UDF ആ കാലഘട്ടത്തിൽ. അതിൻ്റെ ഒരു മാറ്റമാണ് നിങ്ങൾക്കുണ്ടായത്. ആ മാറ്റം ഇനി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങളെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. വലിയ ഭൂരിപക്ഷത്തോടു കൂടി പല പൗടിയിലേക്ക് തിരിച്ചു വരും. വികസനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പങ്കുവച്ചു. ഒപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ആര് ജയിക്കും എന്നുള്ളത് 13-ാം തീയതി നമുക്ക് കണ്ടുമുട്ടാം. തീർച്ചയായും നിങ്ങൾ നന്നായിട്ട് രണ്ടുപേരും ചാവക്കാടിൻ്റെ വികസനത്തെക്കുറിച്ച് ഈ സംവാദത്തിൽ പങ്കെടുത്തു. വളരെ സന്തോഷമുണ്ട്. നമുക്ക് പരസ്പരം കൈകൊടുത്ത് നമുക്ക് ഈ സംവാദം അവസാനിപ്പിക്കേണ്ടതുണ്ട്. രണ്ടുപേരും വളരെ സൗഹാർദ്ദപരമായി തന്നെ വിഷയങ്ങൾ അവതരിപ്പിച്ചു. CCTVയുടെ ഈ ജനവിധി 2025 ചാവക്കാടിൻ്റെ ഒരു പുതിയ ദിശാബോധം നൽകുന്ന ഒരു പരിപാടിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവർക്കും നന്ദി.